ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റേബിൾ ന്യൂക്ലിയൈ, എന്താണ് അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ, ഇവർ സ്റ്റേബിൾ ആവാതിരിക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു അല്ലേ. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിനകത്ത് കൂളംബിക് റിപ്പൾഷൻ ഉണ്ടാവുകയും അങ്ങനെ പരസ്പരം എന്താ പറയുക റിപ്പൽ ചെയ്തുകൊണ്ട് അവർ എന്താ പറയുക അൺസ്റ്റേബിൾ ആവുന്നു. സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ എനർജറ്റിക് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നു അല്ലേ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം അല്ലേ. 1896 ഹെൻറി ബെക്കറേൽ എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് അല്ലേ. അദ്ദേഹം യുറാനിയം സാൾട്സിൽ നിന്ന് എന്തോ തരം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. അതിന് പിന്നീട് റേഡിയോ ആക്ടിവിറ്റി എന്ന് പേരിട്ടു. ഓക്കെ, എന്തായിരുന്നാലും ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് ഡീകേ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ബൈ എമിറ്റിംഗ് എനർജറ്റിക് particles or electromagnetic radiation is called radioactivity അല്ലേ. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള കാരണം കൊണ്ട് ഉണ്ടാവില്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് എന്താ പറയുക എനർജറ്റിക് റേഡിയേഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസോ അല്ലെങ്കിൽ എനർജറ്റിക് പാർട്ടിക്കിൾസോ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് 1899 റുദർഫോർഡ് എന്ത് ചെയ്തു, ഈ പറഞ്ഞ എനർജറ്റിക് പാർട്ടിക്കിൾസിനെ കുറിച്ചൊരു പഠനം നടത്തി. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു അതിനകത്ത് രണ്ട് തരം പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്. ഒന്ന് ആൽഫ പാർട്ടിക്കിൾസും ഒന്ന് ബീറ്റ പാർട്ടിക്കിൾസും. ആൽഫ ഡീക്കയിലൂടെ പുറത്തു വരുന്ന പാർട്ടിക്കിൾസ് ആണ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഹീലിയം ന്യൂക്ലിയസ് ആണത്. ഓക്കെ, He24 എന്ന് പറഞ്ഞ ഹീലിയം ന്യൂക്ലിയസ് ആണ്. മറ്റൊന്ന് കണ്ടുപിടിച്ചത് ബീറ്റ പാർട്ടിക്കിൾസ് ആണ്. അതിൽ രണ്ട് തരം ഉണ്ട്. ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അല്ലേ, എനർജറ്റിക് ഇലക്ട്രോൺസിനാണ് ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതെങ്ങനെയുള്ളത്, ഒന്ന് ഇലക്ട്രോൺ ആണ്, മറ്റൊന്ന് അതിൻ്റെ ചാർജ് വേരിയൻ്റ് ആയ പോസിട്രോൺ ആണ്. ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ E-, പോസിട്രോൺ എന്ന് പറഞ്ഞാൽ E+ അല്ലേ. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. പിന്നീട് 1819 റുദർഫോർഡ് കണ്ടുപിടിച്ചത്. 1900 വീണ്ടും ഒരു തരം റേഡിയേഷൻ കൂടെ ഇത് വരുന്നുണ്ട്. അത് പാർട്ടിക്കിൾ അല്ലാതെ റേഡിയേഷൻ ആയിട്ട് വരുന്നുണ്ട്. അതിനെ ഗാമ റേസ് എന്ന് പറഞ്ഞു. ഹൈ എനർജി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ത് ഈ പറഞ്ഞ ഗാമ റേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഉള്ള ഹൈ എനർജി ഉള്ള റേഡിയേഷൻസിനെയാണ് നമ്മൾ ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പം റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് 3 തരം റേഡിയേഷൻസ് ഉണ്ട്. ഒന്ന് ആൽഫ ഡീകേ, ഒന്ന് ബീറ്റ ഡീകേ, ഒന്ന് ഗാമ ഡീകേ അല്ലെ. ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് ആണ്, ഗാമ എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്ന്, ഒരു ന്യൂക്ലിയസ് ആൽഫ ഡീകേയോ അല്ലെങ്കിൽ ബീറ്റ ഡീകേയോ നടത്തി കഴിഞ്ഞാൽ അവരുടെ ആ ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ മാറി അത് മറ്റൊരു ന്യൂക്ലിയസ് ആയി മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, 3 ഫീച്ചേഴ്സ് ഉള്ളത്. ഒന്ന്, ഒരു ന്യൂക്ലിയസ്, ഒരു ആറ്റോമിക് ന്യൂക്ലിയസ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റോമിക് ന്യൂക്ലിയസ് ആൽഫ ഡീകേയോ ബീറ്റ ഡീകേയോ നടത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, മറ്റൊരു ന്യൂക്ലിയസ് ആയി അത് മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ഈസ് കമ്മിങ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ ന്യൂക്ലിയർ. അല്ലാതെ പുറത്തുനിന്നുള്ളൊരു എനർജി ഒന്നും അല്ല, ആ ന്യൂക്ലിയസിന്റെ അകത്ത് തന്നെയുള്ള ഒരു എനർജിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സിൽ റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഓക്കെ, ദ എനർജി കമ്മിങ് ഫ്രം ദ റേഡിയോ ആക്റ്റീവ് ഡീകേ കംസ് ഫ്രം വിത്തിൻ ദ ന്യൂക്ലിയസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകേ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ദാറ്റ് ഒബേസ് ദ ലോ ഓഫ് ചാൻസ്. ലോ ഓഫ് ചാൻസ് ഒബേ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് ആണ് എന്ത്, റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറഞ്ഞാൽ. എന്താ അങ്ങനെ പറഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോണ്ടേനിയസ് എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ട് അതെന്തായി റേഡിയേഷൻ എമിറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ ഒരു യുറാനിയം ന്യൂക്ലിയസ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, നമ്മളതിനൊരു കല്ലെടുത്ത് എറിഞ്ഞു, അപ്പോൾ അത് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു, അങ്ങനെയല്ല. അത് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ലോ ഓഫ് ചാൻസ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും, അത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ 3 ഫീച്ചർ അല്ലേ. ഒന്ന്, ന്യൂക്ലിയസ് മാറും. 2, ഇത് പിന്നെ എന്താ പറയുക അതിൻ്റെ എനർജി അതിനകത്ത് തന്നെ വരുന്നത്. 3, അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്, ഒബേസ് ദ ലോ ഓഫ് ചാൻസ്. ഇത് 3ആണ് ഇത് റേഡിയോ ആക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ റേഡിയോ ആക്ടിവിറ്റിക്ക് എന്താ പറയുക നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും. അതിന് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയും അല്ലേ. ഇപ്പോൾ യുറാനിയം പോലത്തെ അല്ലെങ്കിൽ തോറിയം പോലത്തെ ഒക്കെ മെറ്റീരിയൽസ് എന്താണ്, നാച്ചുറൽ ആയിട്ട് തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. എന്നാൽ നമുക്ക് ചില മെറ്റീരിയൽ, ഉദാഹരണത്തിന് കാർബണിനെ അതുപോലെ നൈട്രജനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയോ ആക്റ്റീവ് ആക്കാൻ പറ്റും.
അത്തരത്തിലുള്ള പ്രോസസ്സിന് നമ്മൾ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയും. എന്താ പറയുക? ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയും. ഓക്കെ, ഇത് പല രീതിയിൽ നമുക്ക് പിന്നെ എന്താ പറയുക, മേരി ക്യൂരി അതുപോലെ പിയറി ക്യൂരി എന്ന് പറഞ്ഞ രണ്ടുപേര് പൊളോണിയും അതുപോലെ റേഡിയവും റേഡിയേറ്റീവ് റേഡിയേഷൻ 70 എന്ന് പറഞ്ഞിട്ട് അവരുടെ റേഡിയേഷനുമായിട്ടുള്ള പഠനമൊക്കെ ഫേമസ് ആണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ഈ റേഡിയോ ആക്ടിവിറ്റി ബയോളജിക്കൽ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും അതുപോലെ നമുക്ക് ഹ്യൂമാനിറ്റീൻ്റെ പല ആസ്പെക്ട്സിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കണ്ടെത്തലുകളും ഉണ്ടായി. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെയുടെ കൂടെ 2 പ്രോസസ്സും കൂടെ ഉണ്ടായിരുന്നു. അതാണ് പോസിട്രോൺ എമിഷൻ അതുപോലെ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡി കെ പ്രോസസ്സ് ഞാൻ സിമ്പിളായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞുതരാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ പ്രോസസ്സാണ് ആൽഫ ഡി കെ. എന്താണ് ആൽഫ ഡി കെ? ആൽഫ ഡി കെ. അപ്പോൾ ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീലിയം 24 ന്യൂക്ലിയസിനാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഇത് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ 3-4 കാര്യങ്ങൾ പറയും ഒരു ഡി കെ പ്രോസസ്സിനെ കുറിച്ച്. ആദ്യം എന്താണ് ആൽഫ ഡി കെയിൽ ആ പാർട്ടിക്കിൾ ഏതാന്ന് പറയും, അല്ലേ? ആൽഫ ഡി കെയിൽ നടക്കുന്ന ഡി കെ മോഡിന് നമ്മൾ ആൽഫ ഡി കെ എന്ന് പറയും. അതിനകത്ത് വരുന്ന പാർട്ടിക്കിൾ ആരാണ്? ഹീലിയം 24 ന്യൂക്ലിയസ് ആണ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ദ ന്യൂക്ലിയസ് ഈസ് ടു ലാർജ് ഓർ ടു ഹെവി. ന്യൂക്ലിയസ് ഭയങ്കര ഹെവിയോ ലാർജോ ആയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ബിസ്മത്ത് 83209 കഴിഞ്ഞാൽ പിന്നുള്ളവരൊക്കെ എന്താണ്, ഹെവിയാണ്. അങ്ങനെ ലാർജ് ആവുക അല്ലെങ്കിൽ ഹെവി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. അതിൽ ഏത് മോഡാണ് കാണിക്കുക? ആൽഫ ഡി കെ ആണ് കാണിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാറുള്ളത് എന്താണ് ഈ ഡി കെ ഇവന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എക്സ്, നമ്മളൊരു എലിമെന്റ് എങ്ങനെ കാണിക്കുക? എക്സ് എ സെഡ്, അല്ലേ? ഇതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റോമിക് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ആൽഫ ഡി കെ നടത്താന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക? ഇയാൾ എന്ത് ചെയ്യും? ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹീലിയം 24 ഇവിടെ ഉണ്ടാവും, അല്ലേ? ഇനി എക്സ് എ സെഡ് എന്ന് പറഞ്ഞ ആളിന് ഹീലിയം 24 പോയി കഴിഞ്ഞാൽ ഇവരുടെ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും, അല്ലേ? ആറ്റോമിക് നമ്പർ 2 കുറയാന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാവും? Z-2 ആവും. മാസ് നമ്പർ 4 കുറയാന്ന് പറഞ്ഞാൽ എന്താവും? ഇവിടെ A-4 ആവും, അല്ലേ? ഇനി ആറ്റോമിക് നമ്പർ മാറിയാൽ അയാളുടെ പേര് മാറും. എക്സ് എന്നുള്ള അയാളുടെ പേര് മാറും. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? Y എന്ന് കൊടുക്കാം, അല്ലേ? ഇതിനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ആൽഫ ഡി കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ് ഇങ്ങനെ മനസ്സിലാക്കി ഭയങ്കര എളുപ്പമാണ്. പിന്നെ വേറെ ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കി, അത് ഇവിടെ കൊടുക്കുക. ഇനി എക്സ് ആണോ എന്നത് അതെന്താവും? Z-2 ആയതുകൊണ്ട് Z മാറിയാൽ പിന്നെ പേര് മാറി, അല്ലേ? അപ്പം എന്തായി? Y ആയി, അല്ലേ? ഇനി ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. യുറാനിയം തന്നെ എക്സാമ്പിൾ പറയാം. യുറാനിയം 92-238 എന്ന് പറഞ്ഞ ഒരാൾ ഇതുപോലെ എമിറ്റ് ചെയ്യുന്ന എഴുതുക. അപ്പോൾ ആരുണ്ട്? ആൽഫ ഡി കെ ആയതുകൊണ്ട് ആരുണ്ടാവും? ഹീലിയം 24 ഉണ്ടാവും. ഇനി 92-ന് 2 വർഷം എന്താവും? 90 ആവും, അല്ലേ? 90 എന്ന് പറഞ്ഞാൽ അയാളുടെ പേരെന്താണ്? തോറിയമാണ്, അല്ലേ? തോറിയമാണ്. 238-ന് 4 വർഷാൽ 234 ആവും, അല്ലേ? ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റിൽ എന്താ സംഭവിച്ചത്? ദ ആറ്റോമിക് നമ്പർ റെഡ്യൂസസ് ബൈ 2 ആൻഡ് മാസ് നമ്പർ റെഡ്യൂസസ് ബൈ 4 എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനാണ് ആൽഫ ഡി കെ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ ഡി കെ അല്ലെങ്കിൽ ബീറ്റ ഡി കെ 2 തരമുണ്ട്. ഓക്കെ, ബീറ്റ ഡി കെ രണ്ടാമത്തെ പ്രോസസ്സാണ്. ഇത് 2 തരമുണ്ട്. ഒന്ന് നെഗറ്റീവ് ബീറ്റ ഡി കെ, മറ്റൊന്ന് എന്താണ്? പോസിറ്റീവ് ബീറ്റ ഡി കെ, അല്ലേ? 2 തരം റേഡിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാം? ആദ്യം നെഗറ്റീവ് ബീറ്റ ഡി കെ പറയാം, അല്ലേ? എന്താണ് നെഗറ്റീവ് ബീറ്റ ഡി കെ? നെഗറ്റീവ് ബീറ്റ ഡി കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോൺ ആണ് എമിറ്റ് ആകുക, അല്ലേ? അതായത് അതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് പിന്നെ എന്താ പറയുക എമിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അൺസ്റ്റേബിൾ ആണെച്ചാൽ ഒരു ആൽഫ പാർട്ടിക്കിളും കൂടെ എമിറ്റ് ചെയ്യാൻ എനർജി ആയിട്ട് ഉണ്ടാവില്ല, എന്നാൽ അയാൾ സ്റ്റേബിൾ ആയിട്ടുണ്ടാവില്ല. അത്തരം സാഹചര്യത്തിലേക്കാണ് ശരിക്കും ബീറ്റ ഡി കെ നടത്തുക, കേട്ടോ? അപ്പോൾ ബീറ്റ ഡി കെ എന്താ പ്രോസസ് എന്ന് ചോദിച്ചാൽ, ഒരു ആറ്റോമിക് ന്യൂക്ലിയസ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് മറ്റൊന്നായി മാറുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ബീറ്റ ഡി കെ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ 3 പേരുണ്ടാവും. ഒന്ന് പ്രോട്ടോൺ ഉണ്ടാവും, ഒന്ന് ന്യൂട്രോൺ ഉണ്ടാവും, ഒന്ന് ഇലക്ട്രോൺ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ഒരു ന്യൂട്രിനോ ഉണ്ടാവും. ആരുണ്ടാവുക? ന്യൂട്രിനോ. ഇത്രയും പാർട്ടിക്കിൾസ് ഇതിൽ ഇൻവോൾവ് ആണ്. ഒരു ബീറ്റ ഡി കെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും
അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ന്യൂട്രിനോയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നെഗറ്റീവ് ബീറ്റ ഡിക്കെ ആയതുകൊണ്ട് അവിടെ ഉൾപ്പെടുന്ന ആളാരാണ്? ഇലക്ട്രോൺ ഈ മൈനസ് ആണ്, അതും മനസ്സിലാക്കുക അല്ലേ. അതുപോലെ നെഗറ്റീവ് ബീറ്റ ഡിക്കെ വെച്ചാൽ ഇവിടെ ആന്റി ന്യൂട്രിനോ ആണ് ഉൾപ്പെടുക, അത് മനസ്സിലാക്കുക. ന്യൂ ബാർ കേട്ടോ. അപ്പം എന്താ മനസ്സിലാക്കുക, ഏത് ബീറ്റ ഡിക്കെ ആയി കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉറപ്പാണ്. പിന്നെ ആരുണ്ടാവും? നെഗറ്റീവ് ബീറ്റ ഡിക്കെ വെച്ചാൽ ഇലക്ട്രോൺ ഉണ്ടാവും, നെഗറ്റീവ് ബീറ്റ ഡിക്കെ വെച്ചാൽ ആന്റി ന്യൂട്രിനോ ഉണ്ടാവും. എന്താണ് ന്യൂട്രിനോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. ഇതിനകത്ത് എന്ത് സംഭവിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിങ്ങനെ പഠിക്കാണ് ഏറ്റവും എളുപ്പം. ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഈ നെഗറ്റീവ് ബീറ്റ ഡിക്കെ എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആരുണ്ടാവണം? ഒരു ഇലക്ട്രോൺ നിർബന്ധമാണ്. ഇലക്ട്രോൺ എമിറ്റ് ആവണമല്ലോ. പിന്നെ ആരുണ്ടാവണം? ഒരു ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ ഉണ്ടാവണം. ഇനി ന്യൂട്രിനോന്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ന്യൂട്രിനോന്റെ ചാർജ് എന്താണ്? 0 ആണ്. ന്യൂട്രിനോക്ക് ചാർജ് ഇല്ല. ന്യൂട്രിനോ ന്യൂട്രൽ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? -1 ആണ്. ഇനി നമുക്ക് ഇവിടെ ആരൊക്കെ ഉൾപ്പെടുത്തണം? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ഉൾപ്പെടുത്തണം. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പൊ നമുക്ക് ചാർജ് ബാലൻസ് ആവാൻ വേണം. ഇപ്പുറത്തും അപ്പുറത്തും ചാർജ് സെയിം ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്ര ചാർജ്? -1. ടോട്ടൽ ചാർജ് ഇപ്പോൾ -1 അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഒരു പ്രോട്ടോൺ ഇട്ട് കൊടുത്തു. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എത്ര? +1 അല്ലേ. പ്ലസ് ഈ അല്ലെങ്കിൽ +1 ആണ്. അപ്പൊ എനിക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം? ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ ചാർജ് എത്ര? 0 ആണോ. അപ്പൊ ഇവിടെ ടോട്ടൽ ചാർജ് 0 ആയി. ഇവിടെ ഉണ്ടോ 1 - 1 + 0. ഇവിടെ ചാർജ് 0 ആയി. ഇങ്ങനെ ഓർത്താൽ മതി അല്ലേ. അപ്പോ നെഗറ്റീവ് ബീറ്റ ഡിക്കെ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഒരു ആറ്റോമിക് ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ എമിറ്റ് ആൻ ഇലക്ട്രോൺ അലോങ് വിത്ത് എ ആന്റി ന്യൂട്രിനോ അല്ലേ. അങ്ങനെ നടത്തുന്ന പ്രോസസ്സിൽ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അവിടെ നടക്കുന്നത് ഇലക്ട്രോൺ എമിഷൻ മാത്രമല്ല നടക്കുന്നത്, ആ ന്യൂക്ലിയസിലെ ഒരു ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആവുന്നു. ന്യൂക്ലിയസിന്റെ അകത്തുള്ള ഒരു ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയി മാറുന്ന പ്രോസസ്സും കൂടെയാണ് എന്ത് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതിന്റെ റീസൺ എന്താണ്? എക്സസ് ഓഫ് ന്യൂട്രോൺ ആണ് കേട്ടോ. നേരത്തെ ഞാൻ ആൽഫ ഡിക്കയിൽ പറഞ്ഞേ ഇറ്റ് ഈസ് ടു ലാർജ് ഓർ ഹെവി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാരണം. അതുപോലെ ഇതിന്റെ കാരണം എന്താണ്? ന്യൂട്രോൺ നമ്പർ കൂടുതലാണ്. ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ കൂടുതലാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബൈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്താണ്? കൂടുതലാണ്. അതുകൊണ്ട് ന്യൂട്രോണിന്റെ എന്താ പറയുക ആധിക്യം കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂട്രോൺ മാറി ഒരു പ്രോട്ടോൺ ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ആദ്യം വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? XAZ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പറയാം. XAZ അല്ലെ. ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എമിഷനിൽ എന്തൊക്കെ വേണം? ഒന്ന്, ഒരു ഇലക്ട്രോൺ വേണം അല്ലെ. രണ്ടായിരം വേണം, ഒരു എന്ത് വേണം? ആന്റി ന്യൂട്രിനോ വേണം അല്ലെ. ഇനി ആരവിടെ ഉണ്ടാവുക? ഇവിടെ ആരുണ്ടെന്ന് വെച്ചാൽ നോക്കൂ, ഒരു ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയി. ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയാൽ മാസ് നമ്പറിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് മാസ് നമ്പർ എന്തായിരിക്കും? A ആയിരിക്കും അല്ലെ. ഒരു ന്യൂട്രോണിന്റെ എന്താ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് അല്ലേ. ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ആകെ എണ്ണല്ലേ. ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയാൽ ആകെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. അതുകൊണ്ട് മാസ് നമ്പർ A തന്നെയാവും. എന്നാൽ ആറ്റോമിക് നമ്പർ മാറും. ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആവുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ടൊരു പ്രോട്ടോൺ ഉണ്ടാവുന്നു. പുതുതായിട്ട് ഒരു പ്രോട്ടോൺ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ എന്താവുന്നു? ഇത് Z+1 ആവും അല്ലെ. Z+1 ആയാൽ പിന്നെ അയാളുടെ പേരെന്തല്ല? X അല്ല, അയാളുടെ പേരെന്താവും? മാറും. Y എന്ന് കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഡികെ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാം. ഏറ്റവും ലളിതമായിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ 614 എമിറ്റ് ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവുക? ഇലക്ട്രോണും ഒരു ആന്റി ന്യൂട്രിനോയും ഉണ്ടാവും അല്ലേ. അതുണ്ടാവും. ഇനി ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ആന്റി ഇലക്ട്രോൺ ന്യൂട്രിനോ ഉണ്ടാവും. ഇവിടെ ഒരു E ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. E ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. കുറച്ചുകൂടെ എന്താ പറയുക അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഇത് ആന്റി ഇലക്ട്രോൺ ന്യൂട്രിനോ ആണ്. അതുകൊണ്ട് ഒരു E അവിടെ കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ന്യൂന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കൊടുക്കുന്നത്. ഇനി 6 എന്താവും? 7 ആവും. 7 ഇതെന്താവും? 14 ആവും. 714 ആറ്റോമിക് നമ്പർ 7 ആയിട്ടുള്ള ആളാരാ? നൈട്രജൻ അല്ലേ. അപ്പൊ ഇതാണെന്ത്? നെഗറ്റീവ് ബീറ്റ ഡികെ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തായിട്ട് പോസിറ്റീവ് ബീറ്റ ഡികെ പഠിക്കാം അല്ലേ. ഏതാണ്? പോസിറ്റീവ് ബീറ്റ ഡികെ. പോസിറ്റീവ് ബീറ്റ ഡികെ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ എന്താണ്? അവിടെ ഒരു പോസിട്രോൺ ആണ് എമിറ്റ് ആവുക
അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇ മൈനസ് അല്ല ഇ പ്ലസ് ഉണ്ടാവുക, ഇവിടെ ന്യൂ ബാർ അല്ല ന്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ ന്യൂ ഇ ആണ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും എന്തായാലും വേണം. ബീറ്റാ ഡിക്കേ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും എന്തായാലും വേണം. ഇനി ഒരു പോസിട്രോണും പിന്നെ ഒരു ന്യൂട്രിനോയും വേണം. ആന്റി ന്യൂട്രിനോ അല്ല, ന്യൂട്രിനോയും വേണം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സിൽ എന്തൊക്കെ വേണം? ഒരു പോസിട്രോൺ നിർബന്ധമാണ്, പിന്നെയോ ഒരു ന്യൂട്രിനോ നിർബന്ധമാണ്, അല്ലേ? ഒരു ഇലക്ട്രോൺ ന്യൂട്രിനോ നിർബന്ധമാണ്. ഇത് രണ്ടും ഉണ്ടല്ലോ. ഇനി എന്ത് ചെയ്യണം? ചാർജ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതിന്റെ ചാർജ് എത്രയാണ്? +1 ആണ്, ഇതിന്റെ 0 ആണ്, അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്താണ്? അപ്പോൾ ഇവിടെ ടോട്ടൽ 1 ആയി, അപ്പോൾ ഇവിടെയും 1 ആണ്. അപ്പോൾ ഇവിടെ ആയിട്ട് കൊടുക്കാം, ഇവിടെ പ്രോട്ടോൺ ഇട്ട് കൊടുക്കാം, ഇവിടെ ന്യൂട്രോൺ ഇട്ട് കൊടുക്കാം. ഇവിടെ 0, ഇവിടെ 1 കേട്ടോ. ടോട്ടൽ ചാർജ് ഇവിടെ 1, ഇവിടെ ടോട്ടൽ ചാർജ് 1. അപ്പോൾ ചാർജ് ബാലൻസ് ആയി. അപ്പോൾ ബീറ്റാ ഡികെ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ, പോസിറ്റീവ് ബീറ്റാ ഡികെ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഒരു പോസിട്രോൺ എമിറ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ കാരണം എന്തായിരിക്കും? ഇതിൽ നോക്കിയാൽ അറിയാം. ഒരു പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആവുന്നു. അപ്പോൾ കാരണം എന്തായിരിക്കും? എക്സസ് ഓഫ് പ്രോട്ടോൺസ്, അല്ലേ? ഒരു പ്രോസസ്സിൽ, ഒരു ന്യൂക്ലിയസിൽ, അൺസ്റ്റേബിൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണിന്റെ എണ്ണം ന്യൂട്രോണിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് നടത്തുന്ന പ്രോസസ്സാണ് ഇത് പോസിറ്റീവ് ബീറ്റാ ഡികെ, അല്ലേ? എക്സസ് ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണിന്റെ ആധിക്യമാണ് ഇതിന്റെ കാരണം. അപ്പോൾ ഒരു പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആവുന്നു, അല്ലേ? ഇത് നമുക്ക് നേരത്തെ പോലെ കാണാം. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരാളിന് എഴുതാം, എക്സ് എ സെഡ് എന്ന് പറഞ്ഞ ഒരാളിന് എഴുതാം, അല്ലേ? അയാൾ എന്ത് ചെയ്യും? ഒരു പോസിട്രോണിനെയും ഒരു ഇലക്ട്രോൺ ന്യൂട്രിനോയും എമിറ്റ് ചെയ്യും, അല്ലേ? ഇനി ഒരു പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആവുന്നു എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഉള്ളത് ന്യൂട്രോൺ ആയി, അതുകൊണ്ട് മാസ് നമ്പറിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല, അല്ലേ? പ്രോട്ടോൺ ന്യൂട്രോൺ ആയതുകൊണ്ട് മാസ് നമ്പറിൽ മാറ്റം സംഭവിക്കില്ല. ക്ലിയർ അല്ലേ? അതേസമയം പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആകുമ്പോൾ പ്രോട്ടോൺ ഒന്ന് കുറയാണ്. പ്രോട്ടോൺ എന്ന് കുറഞ്ഞാൽ ആറ്റോമിക് നമ്പർ ഒന്ന് കുറയും, അതുകൊണ്ട് സെഡിൽ എന്താവും? Z-1 ആവും. സെഡ് മാറിയാൽ പിന്നെ അതിന്റെ പേര് മാറും, അതുകൊണ്ട് ഇതിനെ Y എന്നിട്ട് കൊടുത്തു. ഇതാണ് എന്ത്? പോസിറ്റീവ് ബീറ്റാ ഡികെ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഇതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പർ. അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു, അവിടെ ആറ്റോമിക് നമ്പർ ഒന്ന് കൂടി, അല്ലേ? കോപ്പർ 2964 ഗീവ്സ് കോപ്പർ, അല്ലേ? ഇവിടെ ഇനി നമുക്ക് എന്ത് കൊടുക്കാം? ഒരു പോസിട്രോണിനെ കൊടുക്കാം, ഒരു ഇലക്ട്രോൺ ന്യൂട്രോണിനെ കൊടുക്കാം, അല്ലേ? അപ്പോൾ 29 എന്താവും? Z-1 അല്ലേ? 28 ആവും. 28 എന്ന് പറഞ്ഞാൽ പേരെന്താണ്? നിക്കലാണ്, അല്ലേ? ഇതെന്ത് തന്നെയാണ്? 64 ആണ്, അല്ലേ? ഇതാണ് നെഗറ്റീവ് ബീറ്റാ ഡികെ, പോസിറ്റീവ് ബീറ്റാ ഡികെന്റെ എക്സാമ്പിൾ ആൻഡ് ദ പ്രോസസ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ 3 പ്രോസസ്സായി. ഒന്ന് ആൽഫ ഡികെ ആയി, ഒന്ന് നെഗറ്റീവ് ബീറ്റാ ഡികെ ആയി, ഒന്ന് പോസിറ്റീവ് ബീറ്റാ ഡികെ ആയി, അല്ലേ? ഇനി മറ്റൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ, പോസിറ്റീവ് ബീറ്റാ ഡികെ, അതിന് പോസിട്രോൺ എമിഷൻ എന്നും പറയാറുണ്ട്. എന്താണ്? പോസിട്രോൺ എമിഷൻ എന്നും പറയാറുണ്ട്, പോസിട്രോൺ എമിഷൻ. ഇനി അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സാണ്, 3ാമത്തെ പറഞ്ഞ് 4ാമത്തെ പ്രോസസ്സാണ് ഇലക്ട്രോൺ ക്യാപ്ചർ. എന്താണ്? ഇലക്ട്രോൺ ക്യാപ്ചർ. ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുക, പിടിക്കുക, അല്ലേ? അപ്പൊ എന്താണ്? ഇലക്ട്രോണിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഒരു ഇലക്ട്രോണിനെ പിടിക്കണം, അത് ഇപ്പുറത്ത് വരണം, അല്ലേ? ഇനി ഇവിടെ ആരൊക്കെ ഉണ്ടാവും? ഈ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും, അല്ലെ? പ്രോട്ടോൺ ഉണ്ടാവണം, ന്യൂട്രോൺ ഉണ്ടാവണം, ഇലക്ട്രോൺ ഉണ്ടാവണം, ന്യൂട്രിനോ ഉണ്ടാവണം, അല്ലെ? ഇതൊക്കെ ഉണ്ടാവണം. ഇനി നമ്മൾ ചാർജ് ബാലൻസ് ചെയ്താൽ മതി, അല്ലെ? ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് കൊടുക്കാം? പ്രോട്ടോൺ കൊടുക്കാം. അപ്പം ഇതിനുള്ള ചാർജ് 1, ഇയാളുടെ ചാർജ് മനസ്സിലാവും, ടോട്ടൽ ചാർജ് 0 ആയി. ഇവിടെ ന്യൂട്രോൺ ഇട്ടെടുത്ത അയാളുടെ ചാർജ് എന്തായി? 0 ആയി. പിന്നെ അടുത്ത ആളാരാണ്? ന്യൂട്രിനോ, അല്ലെ? ന്യൂട്രിനോ ഇട്ടെടുത്താൽ മതി, അല്ലേ? ഇവിടെ ഏത് ന്യൂട്രിനോ? ഇലക്ട്രോൺ ന്യൂട്രിനോ, അല്ലെ? ഈ ബാറല്ല, ന്യൂട്രിനോ മാത്രം, അല്ലെ? ഇത് ശരിക്കും എങ്ങനെയാലോ? ഇത് ഒരു ഇക്വേഷൻ പോലെ തന്നെയാണ്. അതായത് ഈ ഇലക്ട്രോണിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇത് പോസിട്രോൺ ആവും, പ്ലസ് ഇ പ്ലസ് ആവും. ഈ ഇലക്ട്രോണിനെ അപ്പുറത്തേക്ക്, ഈ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഇ പ്ലസ് ആവും, ഇ മൈനസ് എന്നുള്ള ഇ പ്ലസ് ആവും. അപ്പോൾ നമ്മുടെ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച അതേ പ്രോസസ്സാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? പിന്നെ പ്രോട്ടോൺ ടു ന്യൂട്രോൺ റേഷ്യോ, ഒരു പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആവുന്നല്ലേ? അപ്പോൾ പ്രോട്ടോണിന്റെ ആധിക്യം കൊണ്ട് ന്യൂക്ലിയസിനകത്തെ ഒരു പ്രോട്ടോണ് ഒരു ഇലക്ട്രോണിനെ പിടിച്ചിട്ട്, അല്ലേ? ആ ഷെല്ലിന്റെ ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഒരു ഇലക്ട്രോണിനെ പിടിക്കും, അല്ലേ? കൃത്യമായി മനസ്സിലാക്കുക. പ്രോട്ടോണിന്റെ എക്സസ് ആണ് ഇലക്ട്രോൺ ക്യാപ്ചറിലുള്ള കാരണം. അപ്പൊ ഇലക്ട്രോണിനെ പിടിക്കും ആര്? പ്രോട്ടോൺ, അല്ലേ?
ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ്, അതിനകത്ത് പ്രോട്ടോണിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോണ് പുറത്തുള്ള ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഒരു ഇലക്ട്രോണിനെ പിടിക്കും. ഇലക്ട്രോണിനെ പിടിച്ചിട്ട് എന്താവും, ഒരു ന്യൂട്രോണായി മാറും. എന്നിട്ട് ഒരു ന്യൂട്രോണായി എമിറ്റ് ചെയ്യും അല്ലെ. ഇതിനാണ് എന്താ പറയാ, ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതും അതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ കാണിക്കാം. XAZ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ പിടിക്കുന്നു. ഇനി ഇവിടെ ആരൊക്കെ വേണം, പിന്നെ ഒരു ന്യൂട്രിനോ ആണ് അല്ലെ. ഇലക്ട്രോൺ പിടിച്ചു. അപ്പൊ ഈ പ്രോസസ്സിൽ എന്താണ്, പ്രോട്ടോൺ ഒന്ന് കുറയുന്നു, പ്രോട്ടോൺ മാറി ന്യൂട്രോൺ ആവുന്നു. അപ്പൊ Z എന്താവും, Z-1 ആവും. Z-1 ആയ പേരെന്താവും, Y ആവും. ഇനി മാസ് നമ്പറിൽ മാറ്റം വരുമോ, ഇല്ല. ഇതാണ് എന്ത് പറഞ്ഞ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞ പ്രോസസ്സ്. നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാം. കോപ്പർ 2964 അല്ലെ, അത് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണെ ക്യാപ്ചർ ചെയ്യുന്നു. എന്താവുന്നു, 29ൽ 28 ആയാൽ നിക്കൽ ആവുന്നു. അതുപോലെ ഇത് 64 ആവുന്നു. ഇവിടെ ഒരു ഇലക്ട്രോൺ ന്യൂട്രിനോ വരുന്നു അല്ലെ. ഇതാണ് എന്ത് നമ്മുടെ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നിന്റെയും റീസണും കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. ഇനി ലാസ്റ്റ് പ്രോസസ്സ് ഗാമ ഡീകെ. എന്താണ് ഗാമ ഡീകെ? ഗാമ ഡീകെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ പറഞ്ഞു എന്താണ്, പാർട്ടിക്കിൾസ് ഒന്നും എമിറ്റ് ആവുന്നില്ല അല്ലെ. പാർട്ടിക്കിൾസ് ഒന്നും എമിറ്റ് ആവുന്നില്ല. ഇവിടെ എന്താണ്, റേഡിയേഷൻ ആണ് എമിറ്റ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ഗാമ ഡീകെ എന്ന് പറഞ്ഞാൽ? ഗാമ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹൈ എനർജി ഫോട്ടോൺ ആണ് അല്ലെ. ഹൈ എനർജി ഫോട്ടോൺസിനെ പറയുന്ന പേരാണത് ഗാമ എന്നത്. അത് ഏകദേശം 1.02 MeV കൂടുതൽ എനർജി, ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ എനർജി ഉള്ള പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഗാമ പാർട്ടിക്കിൾസ്. റേഡിയേഷൻസ് ഹാവിംഗ് എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.02 MeV അല്ലെ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഗാമ ഡീകെ അല്ലെ, സോറി ഗാമ പാർട്ടിക്കിൾസ് എന്ന് പറയാം. അപ്പോൾ ഇനി ഇതിനകത്ത് എന്താ സംഭവിക്കാം, ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് അതെന്ത് ചെയ്തു, ആൽഫ ഡീകെയും ഗാമ ഡീകെയും, സോറി ആൽഫ ഡീകെ ബീറ്റ ഡീകെ ഒക്കെ നടത്തി. അതിൽ ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ രണ്ടും നടത്തിയത്, എന്നിട്ടും അത് സ്റ്റേബിൾ ആയില്ല അല്ലെ. എന്നാൽ അടുത്തൊരു ബീറ്റ ഡീകെയോ ഒരു ആൽഫ ഡീകെയോ നടത്താനുള്ള എനർജി ഇല്ലായിരുന്നു. എന്നാൽ ഇതെന്താണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കണം. അതിന് എനർജി കൂടുതലാണ്. അതിനാണ് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആൽഫ ഡീകെയോ ബീറ്റ ഡീകെയോ അല്ലെങ്കിൽ രണ്ടുമോ നടത്തി, എന്നിട്ടും അയാളുടെ എനർജി കുറഞ്ഞ് അയാൾ സ്റ്റേബിൾ ആയിട്ടില്ല. എനർജി കൂടുതൽ എന്ന് പറഞ്ഞാൽ അയാൾ എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, അയാൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയസ് നമ്മൾ കാണിക്കൽ എങ്ങനെയാണ്, ജസ്റ്റ് XAZ ഇട്ടിട്ട് അതിനൊരു സ്റ്റാർ ഇട്ടാൽ ഈ സ്റ്റാറിന്റെ അർത്ഥം എന്താണ്, ഇയാള് എക്സൈറ്റഡ് ആണെന്നാണ് അർത്ഥം അല്ലെ. ഇതെന്ത് ചെയ്യും, ഇത് ഡീഎക്സൈറ്റ് ചെയ്യും. എനർജി എന്ത് ചെയ്യും, ബാക്കി എക്സ്ട്രാ ഉള്ള എനർജി എന്ത് ചെയ്യും, ഗാമ റേഡിയേഷന്റെ രൂപത്തിൽ പുറത്തേക്ക് വിടും. എന്നിട്ട് അയാൾ എന്താവും, ഒന്നും ആവുന്നില്ല, എക്സ് തന്നെ ആവും, XAZ ആവും. ഇതെന്താണ്, എക്സൈറ്റഡ് അല്ല, നോർമൽ സ്റ്റേബിൾ ന്യൂക്ലിയസ് ആണ് അല്ലെ. ഈ പ്രോസസ്സിനാണ് എന്താ പറയാ, ഗാമ ഡീകെ എന്ന് പറയാം. അപ്പൊ ഗാമ ഡീകെക്ക് അർത്ഥം എന്താണ്, അയാളുടെ പിന്നെ എനർജി കൂടുതലാണ്, എക്സ്ട്രാ എനർജി റേഡിയേഷൻ ഫോമിൽ അയാൾ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ ഈ SR3887 ഇത് എക്സൈറ്റഡ് ആണ്. ഇതെന്ത് ചെയ്യുന്നു, SR3887 പ്ലസ് ഗാമയാകുന്നു. ഇതാണെന്ത് ഗാമ ഡീകെക്കുള്ള റീസൺ. അപ്പൊ അതിന്റെ റീസൺ എന്താണ്, റീസൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഈസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ. പിന്നെയോ ഇതിൽ ആറ്റോമിക് നമ്പറിലോ മാസ് നമ്പറിലോ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ എന്താ പറയാ പ്രത്യേകത അല്ലെ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് സ്ക്രീനിൽ ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും ഒരു കോളം വൈസ് ഞാനൊന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോളമാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് എക്സാമ്പിൾസ് അടക്കം അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞ ഡീകെ മോഡ്സ് എന്ന് പറഞ്ഞാൽ. ആൽഫ ഡീകെ ഉണ്ട്, നെഗറ്റീവ് ബീറ്റ ഡീകെ, പോസിറ്റീവ് ബീറ്റ ഡീകെ. പോസിറ്റീവ് ബീറ്റ ഡീകെക്ക് മറ്റൊരു പേരുണ്ട് പോസിട്രോൺ എമിഷൻ അല്ലെ. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ് ഉണ്ട്, ഇലക്ട്രോൺ ക്യാപ്ചർ. പിന്നെ ഇതെന്തുണ്ട്, ഗാമ ഡീകെ ഉണ്ട് അല്ലെ. അത്രയുമാണിത് ഡീകെ മോഡ്സ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി നമുക്ക് ഈ പറഞ്ഞ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസിന്റെ പ്രത്യേകതകൾ അല്ലെ. ആൽഫ ഡീകെ ബീറ്റ ഡീകെ ഗാമ ഡീകെ ഉണ്ടെന്നല്ലോ. ആ റേഡിയേഷൻസിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ആ കോളം ഇവിടെ ഇങ്ങനെ കാണിക്കാം, എന്നിട്ട് ഞാൻ ജസ്റ്റ് വായിക്കാം, നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ആൽഫ റേ ബീറ്റ റേ ഗാമ റേ കൊടുത്തിട്ടുണ്ട്.
ഒന്നാമത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ആൽഫ പാർട്ടിക്കിൾ റിസംബിൾസ് എ ഹീലിയം ന്യൂക്ലിയസ്, ഹെൻസ് ക്യാരീസ് 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് 4 യൂണിറ്റ്സ് ഓഫ് മാസ്. ഹീലിയം 24 ആണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. 2 പ്രോട്ടോണും 4 മാസ് നമ്പറും ഉണ്ടാവും അല്ലേ. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും, അപ്പോൾ ടോട്ടൽ മാസ് നമ്പർ 4 ഉണ്ടാവും. ബീറ്റാ ഡിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ, ഹെൻസ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ചാർജ്. അതേസമയം ഗാമ ഡിക്ക് എന്ന് പറഞ്ഞാൽ ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത്, ഹൈ ഫ്രീക്വൻസി, ഹൈ എനർജി എന്നും കൂടെ പറയാം അല്ലേ. ഇനി ആൽഫ റേയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 1/10 ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അത് ഏകദേശം 10⁻⁷ മീറ്റർ/സെക്കൻഡ് വേഗതയാണ് ആർക്കുണ്ടാവുക, ആൽഫ റേക്ക് ഉണ്ടാവുക. ബീറ്റാ റേക്ക് കാണിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം 0.3 to 0.99 ടൈംസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. പറഞ്ഞാൽ 0.3c മുതൽ 0.99c വരെയാണ് അതിൻ്റെ വെലോസിറ്റി ഉണ്ടാവുക. ഗാമ റേന്റെ വെലോസിറ്റി പറഞ്ഞാൽ ഇറ്റ് വിൽ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഗാമ റേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്, അതുകൊണ്ട് ലൈറ്റിന്റെ വെലോസിറ്റിയിൽ അത് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ആൽഫ റേസ് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ സംഭവിക്കും അല്ലേ. അതിന്റെ കാരണം എന്താണ്, ഒന്ന് എനർജറ്റിക് ആണ്, മറ്റൊന്ന് ചാർജ്ഡ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ എനർജറ്റിക്കും ചാർജ്ഡും ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്യും. ബീറ്റാ റേ അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. എന്നാൽ ഗാമ റേ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ജസ്റ്റ് ലൈറ്റ് അടിച്ചാൽ അത് എന്ത് ചെയ്യില്ല, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനെ ബാധിക്കില്ല എന്നുള്ളതുപോലെ എന്താണ് അവിടെ ഇതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ബാധിക്കുന്നില്ല. ഇനി അടുത്തത് നാലാമത്തത് ആൽഫ റേ ക്യാൻ അയോണൈസ് ഗ്യാസസ് ആൻഡ് ദ അയണൈസിംഗ് പവർ ഈസ് 10⁻² ടൈംസ് ഗ്രേറ്റർ ദാൻ ബീറ്റാ റേസ് ആൻഡ് 10⁻⁴ ടൈംസ് ഗ്രേറ്റർ ദാൻ ഗാമ റേസ്. ഒരു ഗ്യാസിലൂടെ ഇത് കടന്നുപോയാൽ അല്ലേ, ഒരു ഗ്യാസിലൂടെ ഇത് കടന്നുപോയാൽ എന്ത് ചെയ്യും, ആ ഗ്യാസിനെ അയോണൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ആൽഫ പാർട്ടിക്കിളിനുണ്ട്. അത് ബീറ്റാ പാർട്ടിക്കിളിനേക്കാൾ 100 മടങ്ങും, ഗാമ പാർട്ടിക്കിളിനേക്കാൾ ഏകദേശം 10⁻⁴ ടൈംസും എന്തുണ്ട്, ആൽഫ റേക്ക് കപ്പാസിറ്റി ഉണ്ട്. ഇനി ബീറ്റാ റേയുടെ പ്രത്യേകത അയണൈസിംഗ് പവർ ഈസ് ലോവർ ദാൻ ആൽഫ റേസ് ബട്ട് ഗ്രേറ്റർ ദാൻ ഗാമ റേസ്. അയണൈസിംഗ് പവർ ഉണ്ട് അവർക്ക്, പക്ഷേ ആൽഫ റേന്റെ അത്രയല്ല, എന്നാൽ ഗാമ റേനേക്കാളും കൂടുതലുണ്ട്. ഈ ഗാമ റേന്റെ പ്രത്യേകത വെരി ലോ അയണൈസിംഗ് പവർ ആണ് അല്ലേ, ജസ്റ്റ് ലൈറ്റ് ആണത്, അത് ഗ്യാസിലൂടെ പോയി വെച്ചിട്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഇനി അഞ്ചാമത്തെ പ്രത്യേകത ആൽഫ റേയുടെ ഇറ്റ് ക്യാൻ പെനിട്രേറ്റ് ത്രൂ മാറ്റർ ബട്ട് ദ പെനിട്രേറ്റിംഗ് പവർ ഈസ് വെരി ലോ വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ബീറ്റാ റേ ആൻഡ് ഗാമ റേ. മാറ്റർ പെനിട്രേറ്റ് ചെയ്താൽ പോകാൻ കഴിയും, പക്ഷേ ബീറ്റാ റേന്റെയും ഗാമ റേന്റെയും അത്രയും വരില്ല എന്നുള്ളതാണ്. ബീറ്റാ റേ സമയത്ത് ക്യാൻ പെനിട്രേറ്റ് ത്രൂ മാറ്റർ ആൻഡ് ദ പെനിട്രേറ്റിംഗ് പവർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ആൽഫ റേ. ആൽഫ റേനേക്കാളും കൂടുതലാണ്, ഗാമ റേന്റെ അത്ര ഉണ്ടാവില്ല. ഗാമ റേക്കാണെങ്കിലോ വെരി ഹൈ പെനിട്രേറ്റിംഗ് പവർ ആണ്, അവർക്ക് എന്ത് ബീമൊക്കെ കാഡ്മിയൊക്കെ തുളച്ച് കയറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ആൽഫ റേക്കും ബീറ്റാ റേക്കും ഗാമ റേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലൂറസൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ ഫ്ലൂറസൻ മെറ്റീരിയലിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ഗ്ലോ ചെയ്യുന്നതിനാണ് ഫ്ലൂറസൻസ് എന്ന് പറയാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നതിനാണ് ഫ്ലൂറസൻസ് എന്ന് പറയാം. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്ലോ ചെയ്യുന്നതിനാണ് ഫോസ്ഫോറസൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ഫ്ലൂറസൻസ് പറഞ്ഞാൽ മതി കേട്ടോ. 3 എന്ത് ചെയ്യുന്നു, ഫ്ലൂറസൻസ് കാണിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ പ്രോപ്പർട്ടി ആൽഫ റേ ക്യാൻ അഫക്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്ട് ചെയ്യും. ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, അങ്ങനെയാണ് ഇത് റൂദർഫോർഡ് കണ്ടെത്തിയത്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ. പിന്നെ ബീറ്റാ റേക്കും അതുപോലെ ഗാമ റേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യങ്ങൾ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ വ്യത്യാസങ്ങളെല്ലാം കൂടെ വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക. അതുപോലെ എല്ലാ DK മോഡ്സും ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. See you. Thank you all.